In the figure, the sides of the large triangle are tangents of the circumcircle of the small triangle through its vertices. Calculate the angle of the smaller triangle. അതായത് ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ. ചെറിയ ത്രികോണത്തിന്റെ കോണുകൾ കണക്കാക്കുക. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വലിയ ത്രികോണത്തിന്റെ കോണുകളായിരുന്നു കണ്ടിരുന്നത്. ഇവിടെ നമ്മളോട് ചെറിയ ത്രികോണത്തിന്റെ കോണുകളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡി ഇ എഫ് എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ കോണുകളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ത്രികോണം ബി ഡി ഇ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. എന്തുകൊണ്ടാ? ബി ഡിയും ബിഇയും ഈക്വൽ ആയിരിക്കും. കാരണം ടാൻജൻസ് ഫ്രം ഔട്ട്സൈഡ് എ പോയിന്റ് ടു ദ സർക്കിൾ. വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് ബി ഡി ആൻഡ് ബിഇ എന്ന് പറയുന്നത്. ഈ ബി ഡി എന്ന് പറയുന്നതും ബിഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ത്രികോണം എന്ത് തരം ത്രികോണമായിരിക്കും? രണ്ട് സൈഡ് ഈക്വൽ ആയാലും അത്തരം ത്രികോണങ്ങൾ നമ്മൾ ഒരു പേര് പറയും. എന്താ? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിലെ രണ്ട് കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം ഈ രണ്ട് കോണുകൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പോ ബി ഡി ഇ ഈക്വൽ ടു BDE ഈക്വൽ ടു BED. അതെങ്ങനെ എടുക്കാം നമുക്ക്? 180 40 കുറച്ചിട്ട് അതിന്റെ പകുതി. കാരണം ഇതിനെ രണ്ടിനും ഈക്വൽ ആയിട്ട് കൊടുക്കണല്ലോ. 180 40 കുറച്ചാലും 140 കിട്ടും. അതിന്റെ പകുതി 70. അപ്പൊ ഈ രണ്ട് കോണുകൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 70 കിട്ടും, ഇവിടെ 70 കിട്ടും. ഇനി നമ്മൾ പഠിച്ചു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? 70. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് എന്തും പറയാം. ഇപ്പുറത്തെ CDF എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ നമുക്ക് എടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ FAE എന്ന് പറയുന്ന ട്രയാങ്കിളിനെ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഇവിടെ CD ഈക്വൽ ടു CF, CDF എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഈ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ 180 - 60/2 120/2 60 കിട്ടും. ഓക്കെ. ഇവിടെ 60, ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 60 അല്ലെ? കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ ആ കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി DEF എന്ന് പറയുന്ന ത്രികോണത്തിൽ ഒരു കോണും കൂടി നമുക്ക് കാണാനുള്ളൂ. അത് നമുക്ക് സാധാരണ എന്ത് പറയാം? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. ആംഗിൾ D പ്ലസ് ആംഗിൾ E പ്ലസ് ആംഗിൾ F എന്ന് പറയുന്നത് 180 ആണ്. എഫും ഇയും നമുക്ക് കിട്ടി 70 60 കൂട്ടുമ്പോൾ 130 കിട്ടും. 180 - 130 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. ആംഗിൾ D ഈക്വൽ ടു 50. അപ്പൊ മൂന്ന് കോണുകളും കിട്ടിയല്ലോ. 70 60 50. ഓക്കെ.